നിങ്ങളെപ്പോഴും മന്ത്രവാദി എന്ന് വിളിക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയ ആൾക്കാർ ആക്ച്വലി ഫിയർ ചെയ്യും. ഇപ്പോഴും ഉണ്ട് റേക്കി ഹീലേഴ്സിനെ മന്ത്രവാദികളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ആത്മാവ് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം അതിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ടുപോയില്ല. അതിൻ്റെ അമ്മയടുത്തും ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അതിനുശേഷം നിരന്തര അസുഖങ്ങളായിരുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ സോള് ഡിപ്പാർട്ട് ചെയ്ത് മേളിൽ പോകാൻ ഒരു 41 to 49 ദിവസം എടുക്കും. ഓക്കെ, ഞാൻ ഇതിൻ്റെ സയൻസ് എന്തുവാന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഡീപ്പ് സ്ലീപ്പിൽ പോകുമ്പോൾ നമ്മുടെ ആത്മാവ് പുറത്ത് ചാടാറുണ്ട്. ഇൻസീഡിയസ് എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെയുണ്ട്. അതിൽ നമ്മൾ ആത്മാവ് വെളിയിൽ പോകുന്നു, നോക്കി നിൽക്കുന്നു. അഥവാ നമ്മൾ ആത്മാവ് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ തിരിച്ച് ശരീരത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? മരിച്ചു കഴിഞ്ഞ് ഈ 41 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അപ്പോഴും നമ്മൾ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇത് ചെയ്യുന്നതും എല്ലാം ഈ സോൾ അപ്പോഴും അറിയുന്നുണ്ട്. ഇത് വിട്ടുപോകുമ്പോൾ പിന്നെ ഈ സോളിനൊരു കണക്ഷനും ഇല്ല ടോട്ടലി. ഈ ലിങ്കർ ചെയ്യുന്ന എല്ലാ സോൾസും ഒരു ബോഡിക്ക് വേണ്ടി നോക്കും. ഇതിപ്പോൾ അവരുടെ മാത്രമല്ല, ഇപ്പം കുടുംബക്കാർ പോലും ഈ സോളിനെ പറ്റി എപ്പോഴും ചിന്തിച്ച് വിഷമിച്ചിരുന്നാലും ഈ സോളിന് പോകാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോഴും മന്ത്രവാദി എന്ന് വിളിക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയ ആൾക്കാർ ആക്ച്വലി ഫിയർ ചെയ്യും. ഇപ്പോഴും ഉണ്ട് റേക്കി ഹീലേഴ്സിനെ മന്ത്രവാദികളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ബട്ട് ഇഫ് ദർ ഇസ് ബ്ലാക്ക് മാജിക്, ദർ ഇസ് വൈറ്റ് മാജിക്. ദിസ് ഇസ് വൈറ്റ് മാജിക്. വി ഹാവ് നത്തിങ് ടു ഹൈഡ് ഓർ ഡു എനിത്തിങ്. മാത്രമല്ല ഈ എനർജി ഒരു മോശപ്പെട്ട കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് വേണമെന്ന് വെച്ചാലും ഇറ്റ് വിൽ നോട്ട് വർക്ക്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഐ ക്യാൻ നോട്ട് സേ ട്രൈ ചെയ്യുന്നവരുണ്ടോ ഇല്ലേ. ബ്ലോക്കേജസ് ഉണ്ടാക്കാം, അല്ല അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദർ മൈറ്റ് ബി പീപ്പിൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആസ് എ ഹീലർ എലിവേറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ പ്രാക്ടീസസ് കാരണം. ബിക്കോസ് ദ എനർജി ഈസ് സീയിങ് എവറിത്തിങ്. എനർജി നമ്മൾ ചെയ്യുന്ന എല്ലാം കാണുവാണ്. അതിനനുസരിച്ച് നമ്മുടെ എനർജീസ് എങ്ങനെയാണ് കൂടുന്നത്? വെൻ വി ബിക്കം ബെറ്റർ ഹീലേഴ്സ്. നമ്മൾ കോൺഷ്യസ്ലി ലീവ് ചെയ്യുന്നു, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പം നോർമൽ ജീവിതത്തിലോട്ടായോ? കുറേ മാറ്റങ്ങൾ വന്നു, ചിന്താഗതിയുടെ മാറ്റം. പുള്ളി മെഡിസിൻസ് വരെ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ആത്മാവ് പോയോ? യെസ്, ഈ ആത്മാവ് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം അതിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ടുപോയില്ല. അതിൻ്റെ അമ്മയടുത്തും ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അതിനുശേഷം നിരന്തര അസുഖങ്ങളായിരുന്നു. നിരന്തരം. ഈ ഹീലിംഗ് കഴിഞ്ഞോടെ, ഞങ്ങൾ അമ്മയുടെ ഹീലിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷെ ഈ ഹീലിംഗ് കഴിഞ്ഞോടെ പുള്ളിക്കാരുടെ അസുഖങ്ങൾ താങ്ങും. അല്ല, അമ്മയ്ക്ക് അസുഖങ്ങൾ കുറഞ്ഞു. ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബി കെയർഫുൾ. നമ്മൾ ഇങ്ങനത്തെ സോളുകൾ, സ്പെഷ്യലി സ്ട്രോങ് സോളുകൾ ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും ക്ലയൻറ്റിനോട് പറയും ഒരു 2 ആഴ്ച നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും ഭയങ്കരമായിട്ട്. കാരണം ഇറ്റ് ഈസ് ലൈക്ക് ഈ പുറമ്പോക്കിലൊക്കെ ആൾക്കാർ താമസിക്കില്ലേ, അവരെ ഇപ്പം അവർക്കൊരു റൈറ്റ് ഇല്ല അവിടെ ജീവിക്കാനായിട്ട്. അവരെ എടുത്തു മാറ്റുമ്പം അതിൻ്റെതായ ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കുമല്ലോ. സെയിം തിങ്. ഇത്രയും നാൾ ഇത് നമ്മുടെ ഓറയിൽ അറ്റാച്ച്ഡ്. അവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലേ? സോ ദാറ്റ് ദ സെയിം തിങ് ഹാപ്പൻസ്. അപ്പോൾ അത് അവർ ഈ ക്ലയൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മൾ നേരത്തെ പറയും, ഒരു 2 ആഴ്ച നിങ്ങൾക്ക് ഫിസിക്കലായിരിക്കാം, ഇമോഷണലായിരിക്കാം, ദേഷ്യം കൂടുമായിരിക്കും. ഇതൊക്കെ ഈ ക്ലയൻറ്റിനും ഇതെല്ലാം ഈ എക്സ്പീരിയൻസ്. ഞങ്ങൾ പറഞ്ഞു അമ്മയെടുത്ത് കെയർഫുൾ ആവാൻ പറയണം. പക്ഷേ അമ്മ വീണു, അമ്മയ്ക്ക് എന്താ പറയുക ലിഗമെൻറ്റ് ടയർ ഉണ്ടായിരുന്നു, സർജറി ചെയ്തു. പക്ഷെ അതിന് ശേഷം നമ്മുടെ ഹീലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ 2 പേരും ബെറ്റർ ഇതിലാണ്. ഒത്തിരി മാറ്റങ്ങൾ ആ പുള്ളിയുടെ ലൈഫിലുണ്ട്. മാത്രമല്ല പ്രശ്നങ്ങൾ വരുമ്പോഴും ഹീസ് ടേക്കിംഗ് ഇറ്റ് ലൈറ്റ്ലി, സ്ട്രെസ് ഇല്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. ഈ സോളുകൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴേ അവർക്ക് മറ്റൊരു ലോകമുണ്ടോ? ടൈം എത്ര എടുക്കും? യെസ്, എല്ലാ കൾച്ചറിലും വേൾഡ് ഓവർ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ സോള് ഡിപ്പാർട്ട് ചെയ്ത് മേളിൽ പോകാൻ ഒരു 41 to 49 ദിവസം എടുക്കും. ഓക്കെ, ഞാൻ ഇതിൻ്റെ സയൻസ് എന്തുവാന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഡീപ്പ് സ്ലീപ്പിൽ പോകുമ്പോൾ നമ്മുടെ ആത്മാവ് പുറത്ത് ചാടാറുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ ശരീരം തന്നെ ഇങ്ങനെ നോക്കും, കുറേ നേരം നോക്കി നിൽക്കും. പിന്നെ ഇത് പലയിടത്ത് സഞ്ചരിച്ചിട്ടൊക്കെ വരും. ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ, വളരെ ഡീപ്പ് സ്ലീപ്പിൽ ആണെങ്കിൽ ഇത് പലയിടത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ബോഡിയിലോട്ട്. ഇറ്റ്സ് കോൾഡ് എ സിൽവർ ലൈനിങ്. എവിടെ പോയാലും നമ്മൾ തിരിച്ചു വരും. കാരണം ഈ ശരീരം ഉണരാൻ പോകുന്ന സമയമാകുമ്പോൾ ഇത് തിരിച്ചു കയറും. ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സിൽവർ ലൈനിങ്ങിലാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉറക്കത്തിൽ വഴുതി പോകുമ്പോഴും ഉണരാൻ പോകുമ്പോഴാണ് നമ്മുടെ 2 മൈൻഡും ഓപ്പൺ ആയിരിക്കുന്നത്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അല്ല, നമ്മൾ ടോട്ടലി ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഫുൾ ഓൺ, സബ് കോൺഷ്യസ് മൈൻഡ് ഷട്ട് ഡൗൺ.
തീരെ ഭയങ്കര ഉറക്കത്തിൽ പോവുകയാണെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ഷട്ട് ഡൗൺ, സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ഓപ്പൺ. ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെയുണ്ട്. അതിൽ നമ്മൾ ആത്മാവ് വെളിയിൽ പോകുന്നു, നോക്കി നിൽക്കുന്നു. അഥവാ നമ്മൾ ആത്മാവ് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ തിരിച്ച് ശരീരത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ചില ആൾക്കാർക്ക്, സ്പിരിച്വൽ പാതയിൽ ഇല്ലേ, അത് അന്വേഷിച്ച് പോകുന്നവർക്ക്, ഞാനിത് കേട്ടിട്ടുള്ളതാണ്, അവർക്ക് ഇതിൻ്റെ ടെക്നീക്സും പഠിപ്പിച്ചു കൊടുക്കും. ഈ ടെക്നീക്സ് ചിലവർ, നമ്മളെപ്പോഴും പറയുന്നുണ്ട്, പലതും പഠിക്കാതെ നമ്മൾ ട്രൈ ചെയ്യാൻ പോരുത്. ഡീപ്പ് മെഡിറ്റേഷനിൽ പോകുന്നവർക്ക് ചിലവർക്ക് ഇത് സംഭവിക്കാറുണ്ട്. ദേ ഓൾസോ ഫിയർ, അവരുടെ ആത്മാവ് പുറത്തിറങ്ങുന്ന പോലെ ഒരു ഫിയർ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ സർക്കിളിലും ചിലവർ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ ഇരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു പേടി വരും. കാരണം അവർക്ക് തോന്നും സംതിങ് ഈസ് ലീവിങ് ദെയർ ബോഡി. ആൻഡ് അത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ മരിക്കുമോ? തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരിച്ചു പോകും. ദാറ്റ് ഈസ് ആൻ അൺനോൺ തിങ്. പക്ഷേ വലിയ യോഗികൾ ഒക്കെ പറയുന്നത് ദേ ആർ ടോട്ട് ടു കം ബാക്ക് ടു ദിസ്. ചിന്തകൾ തിരിച്ചുകൊണ്ടുവരും. അവർ ചിന്തിക്കുമ്പോൾ തിരിച്ചു വരുമെന്നാണ്. യെസ്, അവർക്ക് കയറാൻ പറ്റും തിരിച്ച്. വലിയ യോഗികൾക്ക്, യെസ്, അവർക്ക് തിരിച്ചു കയറാൻ പറ്റും. അവരുടെ ആത്മാവ് എല്ലായിടത്തും പോയി ഇതൊക്കെ ചെയ്തിട്ട് ദേ ക്യാൻ കം ഇൻസൈഡ്. പക്ഷെ അല്ലാത്തവർക്ക് ദിസ് ഈസ് എ പ്രോബ്ലം. നമ്മൾ ആ ലെവലിലോട്ട് പഠിക്കാതെ, നമ്മൾ എപ്പോഴും ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കണം എന്ന് പറയുന്നത്. എന്തെങ്കിലും കേട്ട് കേൾവിയുണ്ടോ? അങ്ങനെ നമ്മൾ കോമയിലോട്ട് നിരന്തരമായി പോകുമോ? അതായത് നമ്മുടെ ആത്മാവിനതില്ലല്ലോ, മറ്റൊരു ശ്വാസം ഉണ്ടായിരിക്കും അല്ലേ, ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും. പക്ഷേ നമുക്കിതിനകത്ത് കണ്ണ് തുറന്നിരുന്ന് കാണാനോ സംസാരിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കോമയിലോട്ട് പോകും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 1-2 ഇൻസിഡൻറ്റ്. ഈവൺ ഇൻ ഇന്ത്യ ക്യാൻസർ ബാധിച്ചത് ഫേമസ് ലേഡി, പുള്ളിക്കാരി ബുക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി മരിച്ചിട്ട് വെന്റിലേറ്ററിന് മാറ്റി പുള്ളിക്കാരിയുടെ ആത്മാവ് അവിടെ ലിങ്കർ ചെയ്തുകൊണ്ടിരിക്കുക. അത് മരിച്ചതാണ്, ലിങ്കർ ചെയ്യും. പുള്ളിക്കാരിക്ക് കാണാം പുള്ളിക്കാരുടെ ഹസ്ബൻഡ് കരയുന്നു. അപ്പുറത്തെ റൂമിലെ ഡോക്ടേഴ്സ്, മീൻസ് പുള്ളിക്കാരിക്ക് സഞ്ചരിക്കാം ഇങ്ങോട്ടും അങ്ങോട്ടും. ആൻഡ് പുള്ളിക്കാരി കാണുന്നത് എന്തോ ഫൈനലി ഒരു വലിയ ലൈറ്റ് കാണുന്നു. ഇത് പലവരും ഇതേമാതിരി മരിച്ചിട്ട് ശരീരത്തിൽ തിരിച്ചു വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെല്ലാം ഒരു ലൈറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ലൈറ്റ് പേടിപ്പിക്കുന്ന ലൈറ്റ് അല്ല, ഭയങ്കര വാംത്ത്. നമുക്കൊരു കുഞ്ഞ് അമ്മയുടെ അടുത്ത് പോകുന്നത് പോലത്തെ ഒരു വാത്സല്യമുള്ള ഒരു വാംത്താണ് ആ ലൈറ്റിനുള്ളത്. അവർക്ക് തിരിച്ചു വരണ്ട ഇങ്ങോട്ട്, അവർക്ക് അവിടെ നിന്നാ മതി. പക്ഷേ ഇഫ് ദേ ഹാവ് കം ബാക്ക്, ദാറ്റ് ഇസ് ഫോർ എ റീസൺ. ചിലപ്പോൾ ആ ലോകത്തിനെ പറ്റി നമ്മുടെ അടുത്ത് പറയാനുള്ളവരായിരിക്കാം, ഇല്ല എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള. ഇങ്ങനൊരു ലൈറ്റ് ഉണ്ട്, ഇങ്ങനൊരു ലോകമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാനായിട്ടൊരു ആളിനെ തിരിച്ചു വിടുന്നതായിരിക്കും അല്ലേ. ബിക്കോസ് നമ്മുടെ എല്ലാ റിലിജിയനിലും, സോറി ടു സേ, വി ഓൾവേസ് ടോക്ക് അബൌട്ട് ഹെൽ ആൻഡ് ഹെവൻ ഇല്ലേ, സ്വർഗം നരകം. അതിവിടെ തന്നെയാണോ? ഞങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇല്ല, ഇല്ല. ഇത്തരം എനർജീസ് ഇപ്പോൾ ലൈറ്റിൽ പോയി തിരിച്ചു വന്നു, നമ്മളോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. അവർ ലൈറ്റിൽ ജോയിൻ ചെയ്തിട്ടില്ല, അവർ ലൈറ്റ് കണ്ടു. അവർ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്തവർ പിന്നെ തിരിച്ചു വരില്ല. ബട്ട് ദേ ഹാവ് കം ബാക്ക്. നേരത്തെ പറഞ്ഞു 41 ദിവസം, 41 to 49 ദിവസം എടുക്കും ഇവർ ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഓറ ഉണ്ടെന്ന് പറയില്ല. ഈ ഓറയ്ക്ക് പല ലെയേഴ്സ് ഉണ്ട്. ആദ്യം നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് അത് ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് 4 ലെയേഴ്സ് ഉണ്ട്. ഈ 4 ലെയേഴ്സിൽ നിന്ന് ഇറങ്ങാൻ ഇതിനൊരു സമയമുണ്ട്. ദാറ്റ് ടൈം ഇസ് ഗിവൺ. മനസ്സിലായോ? അത് കഴിഞ്ഞേച്ച് അപ്പോൾ ആ സമയം വരെ ആൾ മരിച്ചാലും ഈ എൻ്റെ ശരീരം ഇതാണ്, ഇന്ന ആളാണെന്നുള്ള ബോധം ആ സോളിനുണ്ട്. ആ സോളിനുണ്ട്, ഞാനാണ് മരിച്ചു കിടക്കുക എന്നാണ് അല്ലേ. ഞാൻ മരിച്ചു. ഈ സോളിന് തന്നെ മരിച്ചു എന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇച്ചിരി സമയം വെച്ചിട്ട് പലപ്പോഴും അത് മരിച്ചു എന്ന് അതിന് ബുദ്ധിമുട്ടാണ്. അത് പല ഇന്റർവ്യൂവിലും ഞങ്ങൾ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നുണ്ട് അവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ മരിച്ചു എന്ന്. കാരണം എല്ലാ തവണയും അവർ ഈ ബോഡി നോക്കിയല്ലേ നിൽക്കുന്നത്. അപ്പം അവർക്ക് മരിച്ചു, അവർക്ക് അറിയാം സമയം, പക്ഷെ അവർ യൂസ്ഡ് ആണല്ലോ ഇതിലോട്ട്. അപ്പം ഈ മിക്ക റിലിജിയനിലായിക്കോട്ടെ ആചാരങ്ങളിലായിക്കോട്ടെ നമ്മൾക്ക് കണ്ടിട്ടുണ്ട് ഈ വിളക്ക് ഒരു ലൈറ്റ് കത്തിച്ചു വെക്കും. ഇപ്പം മെഴുതിരി ആയിക്കോട്ടെ, വിളക്ക് കത്തിച്ചു വെക്കുന്നതായിക്കോട്ടെ, നമ്മുടെ അടുത്ത് പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ വി ആർ ഗിവിങ് ദ സോൾ എ മെസ്സേജ്. അതായത് ഈ ബോഡിയിലോട്ടല്ല നോക്കണ്ടേ, മുകളിലോട്ട് നോക്കൂ. ലൈറ്റിലേക്ക് നോക്കൂ, നല്ല മുകളിലോട്ട് പോകാൻ പറ്റും. നിനക്ക് പോകാനുള്ള സമയമായി. അതാണ് നമ്മൾ ആ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ലൈറ്റ്. അപ്പം നമ്മൾ ആചാര്യന്മാർക്ക് ഇതറിയാം. ഇതൊക്കെ പണ്ടുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഹിന്ദു ആചാരത്തിലും പറയുന്നുണ്ട് ഇവിടെ 41 ദിവസം ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുളി അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതായിട്ട് ഏതാണ്ട് യെസ്, ഇറ്റ് ഈസ് ദ സെയിം തിങ്. ഇപ്പൊ എല്ലാവർക്കും ഇതിന്റെ സയൻസ് മനസ്സിലാവണമെന്നില്ല ഇല്ലേ.
ഇപ്പോൾ ഞാനായിക്കോട്ടെ, ചിലവർ നമ്മുടെ കൂട്ടത്തിൽ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവരും പല കാര്യങ്ങളും നോർമൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്കിതിൽ ഇൻട്രസ്റ്റും പഠിക്കാനും ഒക്കെ വന്നിട്ട് നമ്മളിതിൽ എവറിത്തിങ് ഹാസ് എൻ ആൻസർ എന്നുള്ളതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പണ്ടത്തെ എല്ലാ ആചാരങ്ങൾക്കും ദർ ഇസ് എ ആൻസർ. പിന്നെ ഈ 41 to 41 ദിവസം നമ്മുടെ ഈ ഒരു സ്പേസിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ ലൈറ്റിൽ എത്തുന്നതിന് മുന്നേ ദർ ഇസ് എ മിഡ് സ്പേസ്. ആ മിഡ് സ്പേസിൽ ഈ ബാർഡോ എന്ന് പറയും. ബുദ്ധിസത്തിൽ ആണ് അത്, ടിബറ്റൻ വേർഡാണ് ബാർഡോ. ബാർഡോ എന്ന് വെച്ചാൽ എന്താ? അതാ പറഞ്ഞ ഈ സോളുകൾക്ക് എലിവേറ്റ് ചെയ്ത് ലൈറ്റിലോട്ട് പോകാനുള്ള ഒരു കവാടമാണെന്ന് വാതിൽ. അതിനെ നമ്മൾ ഹെവനോ ഹെല്ലെന്നോ ഒന്നും ഇല്ല. അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ ലൈറ്റിലോട്ടാണ് പോകുന്നത്. പക്ഷെ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ സോളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നിൽക്കുന്ന ഇത്രയും, അതായത് മരിച്ചു കഴിഞ്ഞ് ഈ 41 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അപ്പോഴും നമ്മൾ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇത് ചെയ്യുന്നതും എല്ലാം ഈ സോൾ അപ്പോഴും അറിയുന്നുണ്ട്. ഇത് വിട്ടു പോകുമ്പോൾ പിന്നെ ഈ സോളിനൊരു കണക്ഷനും ഇല്ല ടോട്ടലി. ഈ വാതിൽ കടന്നാൽ ഒന്നുമില്ല. ഇല്ല, അത് ഈ ദിവസത്തിനകം കടക്കണം. ഇല്ലെങ്കിൽ വൺസ് ദ ഡോർ ക്ലോസസ് അത് അവിടെ നിൽക്കും, താഴെ ലിങ്കർ ചെയ്ത് നിൽക്കും. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, എങ്ങനെയാണ് ഈ സോളുകൾ ലിങ്കർ ചെയ്യുന്നത്? ഇപ്പം അതിന് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ചോ. അത് മനഃപൂർവ്വം ലിങ്കർ ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു അച്ഛൻ ഭയങ്കര കഷ്ടപ്പെട്ട് മോക്ക് വേണ്ടി കല്യാണം കഴിപ്പിക്കാൻ ഓരോന്നും ഇട്ട് മോളുടെ കല്യാണ സമയപ്പോൾ അച്ഛൻ പോയി ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാതാണ് ആ സോള്. അപ്പോൾ അത് ആ വിഷമത്തോടെ നമ്മൾ ആക്ച്വലി പറയുന്നത് വെച്ചാൽ, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സന്തോഷത്തോടെ വേണം, ഭയങ്കര എന്താ പറയുക, ചിന്തകളൊന്നുമില്ലാതെ, മറ്റൊരു ചിന്തയല്ല, നമ്മൾ നമ്മുടെ ഡ്യൂട്ടികളെല്ലാം ചെയ്തു. നമുക്ക് ഫ്യൂച്ചറിനെ പറ്റിയും വെറിയില്ല, ബാക്കി ഒരു കാര്യത്തിനെ പറ്റി, പാസ്റ്റിനെ പറ്റി വെറിയില്ല. നമ്മൾ സമാധാനമായിട്ട് മരിക്കണം. പക്ഷെ മിക്കവരും അങ്ങനെയാണോ മരിക്കുന്നത്? വേദന അനുഭവിച്ച് ഇല്ലേ, പല കാര്യങ്ങളും ഇല്ല, പല ചിന്തകൾ, ഞാൻ ഇത് ചെയ്തില്ല, എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും, പല കാര്യങ്ങളും ആലോചിച്ചിട്ട് തൂങ്ങി മരണം, അതായത് അപകട മരണങ്ങൾ, തൂങ്ങി മരണങ്ങൾ. ഈ അപകട മരണത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ സോളിന് ഒട്ടും മനസ്സിലാവത്തില്ല മരിച്ചു എന്ന്. അത് വേറെ കാര്യം. സോളിന് ഒട്ടുമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അവർ മരിച്ചു എന്ന്. കാരണം പെട്ടെന്ന് ഇത് എല്ലാ ദിവസവും രാത്രി ഇറങ്ങുന്നതല്ലേ ബോഡിയിൽ നിന്ന്. അപ്പൊ അതിനൊട്ടും മനസ്സിലാവത്തില്ല ഇത് മരിച്ചു എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ഇത് ഇറങ്ങുന്നു, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്ന് മരിക്കുമ്പോഴും അതറിയുന്നില്ല, അത് മരിച്ചു എന്ന് തന്നെ അതിന് മനസ്സിലാവത്തില്ല. മറ്റേത് അറ്റ്ലീസ്റ്റ് ഓരോരോ ലെവലിൽ നിന്ന് വിട്ടോ, ഇത് പെട്ടെന്നാണ് ഇതിനൊരു ഇതുണ്ടാവുന്നത്. അപ്പൊ അത് തന്നെ ഒരു ഷോക്കിൽ നിൽക്കുന്നെന്നാ പറയുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് കയറാനായിട്ട് ചിന്തിക്കാനും ഈ ലിങ്കർ ചെയ്യുന്ന എല്ലാ സോൾസും ഒരു ബോഡിക്ക് വേണ്ടി നോക്കും. ഇതിപ്പോ അവരുടെ മാത്രമല്ല, ഇപ്പം കുടുംബക്കാർ പോലും ഈ സോളിനെ പറ്റി എപ്പോഴും ചിന്തിച്ച് വിഷമിച്ചിരുന്നാലും ഈ സോളിന് പോകാൻ പറ്റത്തില്ല. ചിലവരുണ്ടല്ലോ, അതായത് ഈ മരിച്ചവരുടെ വർക്ക് ചെയ്ത ടേബിൾ പിന്നെ തൊടത്തില്ല, എപ്പോഴും അവിടെ വരും, അത് ചിന്തിച്ച് ആലോചിക്കും. വിളക്ക് കത്തിക്കുന്നവരുണ്ട്. പിന്നെ പണ്ടത്തെ നമ്മുടെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, കല്ലറ കെട്ടിയിട്ട് വിളക്ക് കത്തിക്കുക. ഇപ്പൊ പലരും അത് സ്റ്റോപ്പ് ചെയ്ത്. കാരണം അപ്പോഴും നമ്മൾ ഈ സോളിനെ വിടത്തില്ല, അവിടെ ഇരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പോലെ അവരവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ഇവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണോ? അവര് എന്താ പറയാ, അവർക്കൊരു ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവർക്ക് ശാന്തി അല്ല കിട്ടുന്നത്. അവർക്ക് സന്തോഷമേ ഉള്ളൂ നമ്മുടെ കൂടെ നിൽക്കാൻ. നമ്മൾ അവരോട് പ്രാർത്ഥിച്ച് കാര്യങ്ങളും വേണമെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്തു തരും. പക്ഷേ ദേ വോണ്ട് ടു ബി വിത്ത് അസ്. അവരങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഡിസ്റ്റർബൻസസ് വരും. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ സോളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അതാണ്. നമ്മൾ ഈ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കും, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ കലഹം ഉണ്ടാക്കുക, അസുഖങ്ങൾ വരുത്തുക. അങ്ങനെ എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു അസുഖം വരുത്തുക, സ്വന്തം കുടുംബമല്ലേ? ഐഡിയലി എന്തോന്ന് വെച്ചാൽ ഇവരെല്ലാം ലൈറ്റിൽ പോകേണ്ട ആൾക്കാരാണ്. കാരണം അവരെല്ലാം ലോവർ വൈബ്രേഷനിൽ, അവരുടെ എന്തുവാണ് ആത്മാവ് ശരിക്കും ലൈറ്റിൽ പോകണം. ലൈറ്റിൽ പോവാത്തപ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങൾ കാരണമാണ് അവരിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ വഴിയായാലും ഇല്ല അവരുടെ വിഷമങ്ങളായാലും നമ്മളും കരഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് വിഷമം തന്നെയാണല്ലോ.